മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ ഒരു സ്ട്രാറ്റജി പ്ലാനാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം സെപ്റ്റംബർ മുതൽ നവംബർ വരെ കാലഘട്ടത്തിലാണ് കേരള പി എസ് സി പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെയധികം വേക്കൻസീസ് വരുന്ന, ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇതിന് തൊട്ട് മുമ്പേ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധിയെല്ലാം ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. പുതിയ നോട്ടിഫിക്കേഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്ര വേക്കൻസീസ് ഇത്തവണ വരാൻ സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ തവണ ഫിറ്റർ ട്രേഡ്, മെഷീനിസ്റ്റ്, ടർണർ ആ ട്രേഡിലേക്കെല്ലാം ഒരുപാട് ആളുകൾക്ക് അഡ്വൈസ് അയക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഏതാനും വേക്കൻസികളായിരിക്കും ഈ ഒരു എക്സാമിലൂടെ ഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അത്ര വേക്കൻസി നമ്മൾ ഈ തവണ പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നിരുന്നാലും മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിക്ക് പല ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി സാധ്യത കൂടുതലുള്ള ഒരു എക്സാമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വിജ്ഞാപനം വന്നിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 30 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31. അപ്പോൾ കാറ്റഗറി നമ്പറുകൾ വരുന്നത് 641/2023 മുതൽ 674/2023. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ. സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 മുതൽ ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പേ 37,400 വരുന്നത്. അപ്പോൾ പല ട്രേഡിലേക്ക് കോമൺ ആയിട്ടാണ് പി എസ് സി ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഇതിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ട്രേഡുകളുണ്ട്. അപ്പോൾ ഇതിൽ മെക്കാനിക്കലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിറ്റർ, മെഷീനിസ്റ്റ്, ടർണർ, ഷീറ്റ് മെറ്റൽ വർക്കർ, ടൂൾ ആൻഡ് ഡൈ മേക്കർ എന്നിവയാണ്. കൂടാതെ മെക്കാട്രോണിക്സ്, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്, അങ്ങനെ പല ട്രേഡിലേക്കും, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിക്കൽ ഏതെല്ലാം ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്ക് ഏതെല്ലാം ട്രേഡിലേക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണമെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻസ്, ബേസിക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC മസ്റ്റാണ്. പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് NTC സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ NTC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസും ആവശ്യമുണ്ട്. കൂടാതെ നാഷണൽ അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റായ NAC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസും, പിന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സിന് ആ ഒരു ക്വാളിഫിക്കേഷൻ, അവിടെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഡിപ്ലോമയോ BTechോ ഉണ്ടായാൽ മതി. ഈ ഒരു ക്വാളിഫിക്കേഷൻസിൻ്റെ അടിയിലായിട്ട് പല തരത്തിലുള്ള ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ പോസ്റ്റിൻ്റെയും ഈക്വലൻ്റ് ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ ഏതെല്ലാമെന്ന് പറയുന്ന ലിങ്കുകളാണ്. അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറ്റുമോ, മുമ്പ് ഈക്വലൻസി കിട്ടിയിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ITI കഴിഞ്ഞ കാൻഡിഡേറ്റ്സുകളെല്ലാം ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ്പീരിയൻസ് ഈ ഒരു ഫോർമാറ്റിൽ കളക്ട് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലുള്ള ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ നോക്കിയിട്ട് ആവശ്യമുള്ള പോസ്റ്റിലേക്ക് കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ട്രേഡുകളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കോഴ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ, അതായത് ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള ഒരു സിലബസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു സിലബസ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ PSC കറക്റ്റായിട്ടുള്ള എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എല്ലാ ട്രേഡിനും അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ ഞാൻ ടർണർ ട്രേഡിൻ്റെ മുമ്പ് 425/2022 പ്രകാരം നടന്ന എക്സാമിന് വേണ്ടിയിട്ട് സിലബസ് PSC പബ്ലിഷ് ചെയ്തിരുന്നു. ആ ഒരു സിലബസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ട്രേഡിലേക്കുള്ള സിലബസ് PSC പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് പ്രകാരം നമ്മൾ കറക്റ്റായിട്ട് ടോപ്പിക്കുകളെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ആണ്. സോ ITI സിലബസ് പ്രകാരമായിരിക്കും ഈ ഒരു സിലബസ് പ്രിപ്പറേഷൻ PSC പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ITIയുടെ സിലബസ്, ITIയിലെ ട്രേഡിൻ്റെ സിലബസ് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ടർണറിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 ബേസിക് ടൂൾസുകൾ പറയുന്നുണ്ട് 5 മാർക്ക്. മൊഡ്യൂൾ 2 ഡ്രിൽസ്, ടാപ്പ്, ഡൈ, ടാപ്പ് എക്സ്ട്രാക്ടർ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ITI സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് മൊഡ്യൂൾ പ്രിപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിലബസ് നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ സിലബസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം. അപ്പോൾ PSC ഈ ഒരു ടൈം ടേബിൾ പബ്ലിഷ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ITIയുടെ സിലബസ് പ്രകാരം ടോപ്പിക്കുകളെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് സിലബസ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് ITI സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും PSCയുടെ സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിമിലറായിട്ട് ഷീറ്റ് മെറ്റൽ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിലും ITI സിലബസ് പ്രകാരം തന്നെയാണ് PSC പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും ടൂൾസുകളും ഇത് ഷീറ്റ് മെറ്റലിൻ്റെ സിലബസ് ITI സിലബസ് പോലെ തന്നെയാണ് ഇവിടെ കേരള PSCയും സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ കുറച്ച് ടോപ്പിക്കുകൾ മാത്രം. അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓട്ടോ കാഡ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സിലബസിൽ കാണാറില്ല. അപ്പോൾ അത്തരത്തിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനേ സാധ്യതയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഷീറ്റ് മെറ്റൽ ട്രേഡിലുള്ള ആ ഒരു ITIയുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും PSCയുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ITI ബേസിക് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സിലബസാണ് ഫസ്റ്റ് കവർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ITIയുടെ സിലബസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 95% നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി ITI സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് CSTARI എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു വെബ്സൈറ്റാണ്, കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനമാണ് ITIയുടെ സിലബസുകൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഗൂഗിളിൽ നിങ്ങൾ CSTARI എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും പോവുക. വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ന്യൂ CTS സിലബി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള ട്രേഡുകൾ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും നമുക്ക് വേണ്ട ട്രേഡ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഫിറ്ററാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഫിറ്റർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സിലബസ് ഡൗൺലോഡ് ആവും. അപ്പോൾ ഈ ഒരു സിലബസ് പ്രകാരമായിരിക്കണം നമ്മളുടെ പ്രിപ്പറേഷൻ ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സിലബസ് 100% നമ്മൾ കവർ ചെയ്യണം. അതിൽ നിന്നും എല്ലാ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ITIയിലെ ട്രേഡിലുള്ള മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രേഡ് എക്സാമിനുകളും ബേസിക്കായിട്ട് ഫസ്റ്റ്ലി സേഫ്റ്റി എലമെൻസുകൾ വരുന്നുണ്ട്. പിന്നെ ബേസിക്കായിട്ട് കുറച്ച് ഹാൻഡ് ടൂൾസുകൾ വരുന്നുണ്ട്. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ
കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകളെല്ലാം എല്ലാ എക്സാമിനും ഒന്ന് തന്നെയാണ്. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പോർഷന് മാത്രം അപ്ലൈ ചെയ്യാതെ ഡിപ്ലോമയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എല്ലാ പോർഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോർഷനും അപ്ലൈ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത അത്തരത്തിൽ കൂടുതൽ വരുന്നതായിരിക്കും. അപ്പോൾ ITI മാത്രമുള്ള ആളുകൾക്കൊക്കെ അതാത് ട്രേഡ് മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഡിപ്ലോമയൊക്കെ BTech അങ്ങനെയുള്ള ആളുകളൊക്കെ മാക്സിമം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രേഡുകളിലേക്കെല്ലാം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒരു 50% മുകളിൽ കോമൺ ടോപ്പിക്സ് മെക്കാനിക്കൽ ട്രേഡുകളിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രേഡിലേക്കും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതെല്ലാമാണോ അത് എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ പർട്ടിക്കുലർ ട്രേഡിൻ്റെ ടോപ്പിക്കുകൾ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രേഡിൻ്റെ സിലബസുകളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പ്ലാന് നിങ്ങൾ കോമൺ ടോപ്പിക്കുകൾ ഏതെല്ലാമാണ്, ട്രേഡിൻ്റെ ടോപ്പിക്കുകൾ ഏതെല്ലാമെന്ന് ഒരു പ്ലാന് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട റഫറൻസുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ITI ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 സൈറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ ഭാരത് സ്കിൽസ് എന്ന് പറയുന്ന ഒരു സൈറ്റും ഉണ്ട്, നിമി ലേണിംഗ് എന്ന് പറയുന്ന സൈറ്റും ഉണ്ട്. അപ്പോൾ ഈ 2 നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആവുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഭാരത് സ്കിൽ എന്ന് പറയുന്ന സൈറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ CTSൻ്റെ ആ ഒരു പേജിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ട്രേഡുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ട്രേഡ് ഏതാണോ ആ ട്രേഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ബുക്ക്, ക്വസ്റ്റ്യൻ ബാങ്ക്, അതുമായി ബന്ധപ്പെട്ട വീഡിയോസ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഫിറ്ററിൽ ഞാനിപ്പം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിറ്ററിൻ്റെ പേജിലേക്ക് നമ്മൾ പോയി. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ്, ഇപ്പോൾ പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതും തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ട്രേഡ് തിയറി ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും എല്ലാം നമുക്കിവിടെ പല ലാംഗ്വേജിലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ PSC ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ആവശ്യമെങ്കിൽ അതിവിടെ ഉണ്ട്. മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള ലേണിംഗ്, അതായത് വീഡിയോ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും നമുക്ക് ഈ പേജിൽ അടിഭാഗത്തായിട്ട് പല ടോപ്പിക്കുകളുടെ വീഡിയോ ക്ലാസ്സസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഭാരത് സ്കിൽ എന്ന് പറയുന്ന സൈറ്റാണ്. ഇത് കൂടാതെ നമുക്ക് നിമി ലേണിംഗ് online.in എന്ന് പറയുന്ന സൈറ്റിലും ഇതേപോലെ ബുക്ക് കാര്യങ്ങളും ക്വസ്റ്റ്യൻ ബാങ്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 സൈറ്റും നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും. ഇനി ബുക്സാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിമിയുടെ ബുക്ക്, ITI ഫോളോ ചെയ്യുന്ന ബുക്കാണ് നിമി ബുക്സ്. അപ്പോൾ ഈ ഒരു നിമി ബുക്സിൻ്റെ ലിങ്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നിമി ബുക്സിൻ്റെ പേജ്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ട്രേഡിൻ്റെ ബുക്കുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മിക്കവാറും പോസ്റ്റലായിട്ടായിരിക്കും ഇവർ അയച്ചു തരുന്നത്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് മാക്സിമം പെട്ടെന്ന് തന്നെ ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഈ ബുക്ക് അല്ലാതെ വേറെയും ബുക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് എല്ലാം ഏഷ്യൻ പബ്ലിഷേഴ്സിൻ്റെ GS സേത്തി എന്ന് പറയുന്ന ആ ഒരു ഓതറിൻ്റെ ബുക്കൊക്കെ മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്ന ബുക്കുകളാണ്. അപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് നിമി ബുക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഈ ബുക്ക് വാങ്ങിയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബുക്ക് സ്റ്റോളിലെല്ലാം പോയി കഴിഞ്ഞാൽ നിമി ബുക്സിന് പകരമായിട്ടുള്ള പലതരത്തിലുള്ള ITI ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവും.
നിമി കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക. നിമി അവൈലബിൾ അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ബുക്കുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ആദ്യ പടി എന്ന് പറയുന്നത് സിലബസ് കറക്റ്റ് പ്രിപ്പയർ ചെയ്യുക. ആ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ബുക്ക് റെഫർ ചെയ്തിട്ട് അതിൻ്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്കൊക്കെ എത്ര വരുന്നു മൈനസ് ഇല്ലാത്ത രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്ക് നിമി മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന ട്രേഡുകളുടെ എല്ലാം ക്വസ്റ്റ്യൻ ബാങ്കുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിമിയുടെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ മുമ്പ് നടന്ന എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിമി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പാണ് ഈ ഒരു ITA ഫിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ITA ഫിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ട്രേഡിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇതും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ITA ഫിറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫോട്ടോ വരുന്ന ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ നല്ല രീതിയിൽ നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ അറ്റൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആപ്പുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഓരോ ആപ്പ്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആപ്പ് ഇതാണ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നോക്കുക. അതേപോലെ സിമിലറായിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പലതരത്തിലുള്ള ആപ്പുകൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏതാണോ ഉപയോഗപ്രദമാകുന്നത് ആ ആപ്പ് ഫോളോ ചെയ്യുക. ഇപ്പം മോക്ക് ടെസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുവഴി നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ PSCയുടെ സിലബസ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ITA സിലബസ് വെച്ചിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ITA സിലബസിൽ നിന്ന് എന്തായാലും ഒരു 90% നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളെ PSC പബ്ലിഷ് ചെയ്യുന്ന സിലബസിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ITA സിലബസ് പ്രകാരം നിങ്ങൾ 100% കോൺഫിഡൻസിൽ പഠിക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്സുകൾ, കറക്റ്റായിട്ടുള്ള നോട്ട്സുകളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ മെക്കാനിക്കലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മെക്കാനിക്കലിൽ ഒരു 50% ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ മുമ്പ് നടന്ന ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ സീരീസ് നമ്മൾ പരിശോധിച്ച സമയത്ത് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫസ്റ്റ് എക്സാം ഫിറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത മെഷീനിസ്റ്റ് ടർണറൊക്കെ വരുന്ന സമയത്ത് ഫിറ്ററിൽ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതേപോലെ മെഷീനിസ്റ്റ് ടർണറൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. സോ കോമൺ ടോപ്പിക്സുകൾ എല്ലാ സബ്ജക്റ്റിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരൊറ്റ ട്രേഡിന് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ബൾക്കി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് BTech ഡിപ്ലോമ ഒക്കെ ക്വാളിഫിക്കേഷനുള്ള ആളുകളെല്ലാം അങ്ങനെ ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ട്രേഡിൻ്റെ ലിസ്റ്റിലൊക്കെ നിങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നമുക്ക് വേക്കൻസീസ് അത്രത്തോളം വരാൻ സാധ്യതയില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ ജോലി സാധ്യത ഇത്തവണ കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വരുന്നത്. മെക്കാനിക്കൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു MECPSC ക്ലാസ്സിലൂടെ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോലിയൊക്കെ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു റെഗുലർ ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MECPSCയുടെ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലൈവ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പറും നോട്ട്സുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലൈവ് ക്ലാസ് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അതിന് പോവുക. അല്ലാതെ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞ ഫീസിൽ ഈ ഒരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഫോം, അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. അപ്പം നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. MECPSC ചാനലുള്ള വീഡിയോസ് നിങ്ങൾ ആദ്യം ഒന്ന് വാച്ച് ചെയ്യുക. അത്തരത്തിൽ ഉള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഈ ഒരു ITI എക്സാമിന് വേണ്ടിയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ നിമി ബുക്കൊക്കെ വാങ്ങുന്നതിന് പകരം വേണമെങ്കിൽ ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നോട്ട്സിൻ്റെ ഒരു സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള നോട്ടുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജോലി എളുപ്പമാക്കുന്ന രീതിയിലുള്ള നോട്ടുകളാണ്. അതായത് നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ നോട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നോട്ടിൻ്റെ ഒരു സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇത് മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു നോട്ടുകളാണ്. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കവർ ചെയ്തിട്ട് വരുന്ന നോട്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എല്ലാ ടോപ്പിക്കിൻ്റെയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രേഡിൻ്റെ എല്ലാ ടോപ്പിക്കിൻ്റെയും ഷോർട്ടായിട്ടുള്ള നോട്ടുകൾ, ഇതേപോലത്തെ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ടോപ്പിക്കിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആണ് നമ്മളിതിൽ നോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള നോട്ട് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോ ക്ലാസ്സസും കൂടാതെ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയായിരിക്കും നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാങ്കേതിക തടസ്സങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു കറക്റ്റ് മെൻറ്റർഷിപ്പും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് രണ്ടും ഈ ഒരു കോഴ്സിൽ ഉണ്ടാവില്ല എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. പിന്നെ കൂടാതെ റെക്കോർഡഡ് ക്ലാസ്സുകളും ആയിരിക്കും ഈ ഒരു ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ മറക്കരുത്. സോ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം വളരെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ITI സിലബസ് വെച്ചിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങളൊരു കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കണം. ആ രീതിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ രീതി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിരിക്കും. പിന്നെ കോമ്പറ്റീഷൻ കൂടുതലാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.